സുന്നത്തിന് ജഡവുമുണ്ട്, ആത്മാവുമുണ്ട്. ആധുനിക ലോകത്ത് ഇന്ന് മുസ്ലിങ്ങളിൽ 99% സുന്നത്തിന്റെ ജഡം മാത്രമാണ് പരിഗണിക്കുന്നത്, ആത്മാവിൽ പരിഗണിക്കണേയില്ല. അതായത് നബി ജീവിച്ചിരിക്കവേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ നബി ജീവിച്ചിരിക്കുമ്പോൾ നബി ഉണ്ട് എന്ന് തന്നെ സൊസൈറ്റിക്ക് നിർഭയത്താണ്. ആ ജനതക്ക് ശിക്ഷ ഉണ്ടാവില്ല. നബി വഫാത്തായാലോ പിന്നെ നബിയുടെ സുന്നത്ത് അവരിൽ ജീവിക്കണം, അപ്പോഴും ശിക്ഷ ഉണ്ടാവില്ല. നബിയുടെ സുന്നത്ത് അവരിൽ ജീവിച്ചാലും ശിക്ഷ ഉണ്ടാവില്ല. അതിന് സുന്നത്ത് എന്നാൽ എന്താണ്? ഇവിടെ ഞാൻ സുന്നത്തിന് വ്യാഖ്യാനിക്കാം. സുന്നത്തിന് 2 ഭാഗങ്ങളുണ്ട്. സുന്നത്തിന് ജഡവുമുണ്ട്, ആത്മാവുമുണ്ട്. ഈ താടി നീട്ടി അത് സുന്നത്തിന് ജഡാണ്, അതിന് ആത്മാവുണ്ട്, അത് നബിയാണ്. തലയെ കെട്ടി അത് സുന്നത്തിന് ജഡാണ്, അതിന് ആത്മാവുണ്ട്, അത് നബിയാണ്. ചെരുപ്പിട്ട് നടന്നു അത് സുന്നത്താണ്, അതിന് ജഡാണ്. എന്നാൽ നബിയുണ്ട്, അതിന് ആത്മാവാണ്. ഈ പറയുന്ന 3 കാര്യം ഇപ്പം പറയാം. 3 കാര്യം പിന്നെ ബാക്കിയിലേക്ക് പോകാം. ഈ 3 കാര്യവും സാധാരണയായി ചെയ്യുന്ന എത്ര സമുദായങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കത് സുന്നത്താണോ? അവർക്ക് സ്വഭാവമുണ്ടോ? താടി വെക്കുന്നവർ ഇഷ്ടം പോലില്ലേ നാട്ടിൽ? തലമറക്കുന്നവർ ഇഷ്ടം പോലില്ലേ നാട്ടിൽ? ചെരുപ്പിടാത്ത ഒരാളുണ്ടോ? എന്നിട്ട് ആർക്കെങ്കിലും സ്വഭാവമുണ്ടോ? അപ്പം ഇതിൻ്റെ ആത്മാവിലേക്ക് വരണം. അതിൻ്റെ ആത്മാവാര നബിയ. നബിയോടുള്ള ഇഷ്ടം കാരണം നീ അത് ചെയ്യണം. അപ്പോഴാണ് അത് നബിൻ്റെ സുന്നത്താവുക. നീ തലയെ കിട്ടുന്നത് നബിയുടെ സുന്നത്തല്ല. തലയിൽ പലരും കിട്ടും. വെയിലത്ത് പാടത്ത് പണിയെടുക്കണമെങ്കിൽ തലയിൽ കിട്ടും. ചെരുപ്പ് എല്ലാവരും ഇടും. നമ്മളിപ്പോഴത്തെ ഫ്രീക്കന്മാർ മൊത്തം താടി വെക്കും. ഇപ്പം താടിയിൽ ഫാഷനാണ്. സുന്നത്തിന് 2 ഉണ്ട്.